ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ പറയാനുള്ളത്, മഴക്കാലമാണ്, വിഷജന്തുക്കൾ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ അതിൻ്റെ കടികൾ കൊള്ളാതെ വിഷമേൽക്കാതെ സേഫായിട്ടിരിക്കുക. അപ്പോൾ പറയാൻ പോകുന്നത് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ എന്തൊക്കെയായിട്ടുള്ള ശശികല ആളെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇൻട്രോയിലൂടെ തന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങൾ, പുള്ളിക്കാരി മാത്രമല്ല, വേറെയുള്ള അവരുടെ തന്നെ കുറച്ച് കേസരി വാരികയുടെ മുഖ്യ റൈറ്ററോ അങ്ങനെ എന്തോ ഒരു കണാപ്പനും പിന്നെ വേറൊരു കൗൺസിലറും ഇവരൊക്കെ കൂടി വേടനെതിരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ കേസരി വാരികൻ്റെ മറ്റേ ചങ്ങയില്ല, അവരോട് എനിക്ക് ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, അയാൾ പറഞ്ഞു നമ്മൾ ഈ ശ്മശാനത്തിൻ്റെ അതിലോട്ട് വഴിവുമുള്ള സ്മെല്ലാണ് ഇപ്പം നഗരത്തിലോട്ട് നടക്കാൻ വന്നത്. അവിടെ ഏത് നാട്ടിൽ നിന്നോടോ ഈ ശവം കുഴിച്ചിടുമ്പോൾ അല്ലെങ്കിൽ ശവം കത്തിക്കുമ്പോൾ മസാല വരക്കിയിട്ടെല്ലാം കത്തിക്കുന്നത്? ഭക്ഷ്യയോഗ്യമായ വസ്തുക്കൾ നമ്മൾ ഈ മസാല പുരട്ടി നമ്മൾ ഭക്ഷിക്കും. നമ്മൾ ഈ മൃഗങ്ങളല്ല, പച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അതൊന്നാമത്തെ കാര്യം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മനസ്സിൽ വെക്കുക. നിങ്ങൾ പച്ചക്കറിയോ വറുത്ത കറിയോ എന്തെങ്കിലും വാങ്ങി മുണുങ്ങുക. അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല. നിങ്ങൾ പച്ചക്കറി കഴിക്കുന്നതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ മറ്റുള്ളവരെ അടച്ച് ആക്ഷേപിക്കുമ്പോൾ നിങ്ങൾക്കതിലെന്ത് ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾ തന്നെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ശവവർമ്മ ഇങ്ങനെയുള്ള കുറേ അമ്മാവൻ സാധനങ്ങൾ എടുത്തിട്ടേക്കാണ്. അവിടെ ഒരു കാര്യമില്ല. നിങ്ങൾക്ക് തന്നെ ഇട്ട് ട്രോൾ കൊള്ളൂ. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങളെ തലപ്പത്തിരിക്കുന്ന ഒട്ടർ ഇങ്ങനെ പറയുന്നുണ്ട്, 40 തൊട്ട് ഇങ്ങനെ മണ്ടത്തരം വന്ന് വിളമ്പണം, എന്നാലേ നമ്മൾ ഇങ്ങനെ ലൈം ലൈറ്റിൽ ഇങ്ങനെ നിൽക്കുള്ളൂ. അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു അജണ്ട നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തലപ്പത്ത് തൊട്ടിട്ട് താഴേക്കടയിലുള്ള ആൾക്കാർ വരെ ഇമാരി ഉളത്തരങ്ങളൊക്കെയാണ് വിളിച്ച് വിളമ്പുന്നത്. പിന്നെ ശശികലൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ടീച്ചറിന് വിളിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. കാരണം നമ്മളൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചർമാർക്കൊരു ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ശശികല പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പട്ടിക വിഭാഗക്കാരുടെ കലാരൂപമാണ് റാപ്പ് എന്നുള്ളത്. അങ്ങനെ വേടൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന പട്ടിക വിഭാഗം ആൾക്കാർക്ക് അതിൻ്റെതായ തനതായ കലാരൂപങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ റാപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും പട്ടിക വിഭാഗക്കാരുടെ മാത്രമായിട്ടുള്ളൊരു സാധനമല്ല. ലോകത്ത് 1970-കളിൽ പ്രതിരോധത്തിൻ്റെ സംഗീതമാണ് റാപ്പ് എന്ന് പറയുന്നത്. ഈ അടുത്ത് ഞാനൊരു ചാനലിൽ പറയുന്നത് കേട്ടതാണ്, മ്യൂസിക് ഓഫ് റെസിസ്റ്റൻസ്, അങ്ങനെയാണ് അതിൻ്റെ ഒരു വേർഡ് അദ്ദേഹം ആ ഒരു റിപ്പോർട്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുതന്നെയാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത്. അതായത് ഒരു വിഭാഗത്തിനെ മാത്രമല്ല, മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള, ലോകത്താകമാനമുള്ള മനുഷ്യന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ് റാപ്പ്. പക്ഷെ അത് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും അതിലുള്ള ആ ഒരു പ്രതിരോധവും സമരങ്ങളും എല്ലാം മാറ്റി ഓൺലി എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളൊരു പർപ്പസിലേക്ക് മാറി. പക്ഷെ അത് വേടൻ്റെ കടന്നുവരവോടുകൂടി പലർക്കും കൊട്ട് കിട്ടാനും തുടങ്ങി. കാരണം രാഷ്ട്രീയം, അവൻ്റെ പക്ക ആയിട്ടുള്ള രാഷ്ട്രീയം അതിലൂടെ പറയാൻ തുടങ്ങി. വർഗീയമായ രാഷ്ട്രീയമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇട്ട് കൊട്ടുന്നുണ്ട്. പക്ഷെ അതിൽ ഒരാൾക്ക് മാത്രമേ ഭയങ്കരമായിട്ട് നമുക്കങ്ങ് കൊള്ളുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷജന്തുക്കൾ മഴയായ കാരണം പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനൊന്നും കൊത്തുകൊള്ളാതിരിക്കാനാണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ SC/ST വിഭാഗത്തിൽപ്പെടുന്ന ഇന്ത്യയിലുടനീളം അല്ലെങ്കിൽ കേരളത്തിൽ പ്രധാനമായിട്ടും പ്രചരിച്ചിട്ടുള്ള കുറേ കലാരൂപങ്ങളുണ്ട്. അപ്പോൾ അതിനൊന്നും പരാമർശിക്കാതെ റാപ്പാണ് ഇവരുടെ എന്നുള്ളത് ചുമ്മാ വളച്ചൊടിക്കുകയാണ്. വേടൻ അങ്ങനെ ഒരു വേദികളിലും പറഞ്ഞതായിട്ട് നമുക്കറിവില്ല. നമ്മൾ ഒട്ടുമിക്ക എല്ലാ പ്രോഗ്രാംസും ലൈവിൽ വന്നാലും അതൊക്കെ പരിശോധിക്കാറുണ്ട്. വേടൻ്റെ പല വാക്കുകളും നമ്മൾ കേൾക്കാറുണ്ട്. കാരണം അതിന് അത്രയും മൂർച്ചയുള്ളതുകൊണ്ടാണ് നമ്മളെ കേൾക്കാൻ ആഗ്രഹിക്കാൻ, അല്ലെങ്കിൽ അത് എന്താ പറയുക, ആഗ്രഹിപ്പിക്കുന്നത്. വീണ്ടും അത് കേൾക്കണം എന്ന് ആഗ്രഹിപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണം ആ വാക്കുകളിലെല്ലാം മൂർച്ചയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വേടൻ ഒരു കാരണവശാലും എവിടെയും ഇതാണ് നമ്മുടെ ജാതിക്കാരുടെ, അല്ലെങ്കിൽ എൻ്റെ ജാതിയുടെ പാട്ട് ഇതാണ്, അല്ലെങ്കിൽ ഇതാണ് കലാരൂപം എന്ന് വേടൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഈ അറിയാത്ത നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുറച്ച് കലാരൂപങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ SC വിഭാഗത്തിൽപ്പെട്ട കുറച്ച് കലാരൂപങ്ങൾ നമ്മൾ കേട്ട് പരിചയമുള്ള കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് മുന്നിൽ ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. പുള്ളുവൻ പാട്ട്, തുമ്പിതുള്ളൽ, പുലയാട്ടം എന്നിങ്ങനെയുള്ള പേരുകളാണ് ഈ കലാരൂപങ്ങൾക്ക്. നമ്മൾ അതിൽ ചില പേരുകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ST വിഭാഗത്തിൽപ്പെട്ട കുറച്ച് കലാരൂപങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കുറിഞ്ചി നൃത്തം, ഉറുമിക്കളി, മുത്തുക്കുടം. അപ്പോൾ ഇനിയും ഒരുപാട് കലാരൂപങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ വേറൊരു വീഡിയോ, ഇതിനായിട്ട് വേറൊരു വീഡിയോ ചെയ്യണമെന്നുള്ളൊരു പ്ലാനിങ്ങിലുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് കൊളാബ് ചെയ്തിട്ട് ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണം എന്ന് തോന്നി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേടൻ ഒരിക്കലും വന്നിട്ട് പറഞ്ഞിട്ടില്ല ഇന്ന പട്ടികജാതി വിഭാഗക്കാരുടെ കലാരൂപം ഇതാണ് എന്നുള്ളത്.
പിന്നെ ഈ കഴിഞ്ഞ ദിവസം വേറെ ഏതൊരു കൗൺസിലർ, പേര് വരെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഫേമസ് ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ് വേടൻ്റെ പേരും മറ്റും ന്യൂസുകാർക്ക് മുന്നിൽ ഇങ്ങനെ വളവളാ പറയുന്നത്. പുള്ളി പറഞ്ഞേക്കുന്നത് പ്രധാനമന്ത്രി അധിക്ഷേപിച്ചു. അപ്പോൾ ആ പുള്ളിക്കാരി പറഞ്ഞിട്ടുള്ളൊരു വരി, പ്രധാനമന്ത്രി അധിക്ഷേപിച്ചുകൊണ്ടാണ് വേടൻ കവിതകൾ അല്ലെങ്കിൽ റാപ്പ് സോങ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിലുള്ള വരി പറയുന്നത്, കപട ദേശവാദി, നാട്ടിൽ മത ജാതി വ്യാധി, തലവനില്ല ആദി, നാട് ചുറ്റിടാൻ നിന്റെ നികുതി. അതിൽ ആരുടെ പേര് പരാമർശിച്ചിട്ടില്ല. പക്ഷെ പുള്ളിക്കാരിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ഇത് പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്തിയിട്ടാണെന്ന്. തൊട്ടടുത്ത സെക്കൻഡിൽ പറയാണ്, നമ്മുടെ നാട്ടിൽ പട്ടിണി കിടന്ന് മരിച്ച മധു, പട്ടിണി കാരണം തല്ലിക്കൊന്ന മധുവിനെ പറ്റി പറഞ്ഞിട്ടില്ല എന്ന്. അവിടെയും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? കാട് കട്ടവൻ്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കും എന്നവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ വരി മധുവിനെ പറ്റിയാണെങ്കിൽ അത് മധുവിൻ്റെ പേരെടുത്ത് പറയണത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അവിടെ മോദി ആണ് നാട് ചുറ്റുന്നതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അവിടെ പറയുന്നത് തലവനില്ല ആദി, നാട് ചുറ്റിടാൻ നിന്റെ നികുതി എന്ന് മാത്രമേ അവിടെ എടുത്ത് കാണിച്ചിട്ടുള്ളൂ. അതെങ്ങനെ മനസ്സിലായി അവിടെ മോദിയാണ് എന്ന്? അതാണ് ഓരോ വരികളിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ തലപ്പത്തിരിക്കുന്നവരെ തൊട്ട് താഴേക്കടലിലെ മണ്ടത്തരങ്ങൾ ആഴ്ചക്കാഴ്ചക്ക് 1 വീതം 3 നേരം വളമ്പണം എന്നുള്ള നിങ്ങളുടെ അജണ്ടയാണോ? പിന്നെ ഒരു കലാകാരനെ പേടിക്കുക, ഒരു കളറിനെ പേടിക്കുക, അല്ലെങ്കിൽ എന്തിനൊക്കെയാണ് പേടി നിങ്ങൾക്ക്? ചെറിയ കുട്ടികൾക്ക് വരെ വധഭീഷണി മുഴക്കുന്ന നിങ്ങൾക്ക് എന്തിനെയാണ് പേടിയില്ലാത്തത്? എന്നിട്ട് പറയും നമ്മൾ ലോകത്തെ ആകമാനമുള്ള മറ്റേ ചങ്ങായിൻ്റെ പേരുണ്ടല്ലോ, പേര് വരാൻ മറന്നുപോയി, ലോകത്തെ ഏറ്റവും വലിയ സംഘടന. തേടുന്നോടാ ഏറ്റവും വലിയ സംഘടന? നിങ്ങളെങ്ങനെയാണ് അത് ഏറ്റവും വലുതാകുക? ലോകത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നത് അല്ല ലോകത്തുള്ളത്. ലോകം എന്ന് വെച്ചാൽ അത് ശാഖയിൽ മാത്രം പറയുന്നത് അതാ ലോകം? അതല്ല ലോകം. അതിൻ്റെ പുറത്തും വലിയ ലോകമുണ്ട്. നിങ്ങൾ ഈ ശാഖയിൽ കൈകടി കിട്ടിയ സാധനം കൊണ്ട് ന്യൂസിൽ വന്നു കഴിഞ്ഞാൽ ഊക്കി വിടുന്നറ ഊക്കി വിടും, അത്രയേ ഉള്ളൂ. അപ്പോൾ വേടൻ പറഞ്ഞ മറ്റൊരു വരിയുണ്ട്, ഞാൻ പാണനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല, ആണേലും ഒരു മയിലുമില്ല. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിച്ചിട്ടില്ല. ഇനിയും ഇതിൻ്റെ പാർട്ട് 2 ഒക്കെ ആയിട്ട് ഞാൻ വരും. കാരണം ഇനിയുള്ള ആൾക്കാരും തലപൊക്കി വരും. കാരണം മഴക്കാലമാണ്, വിഷജന്തുക്കൾ ഒരുപാടുണ്ടാവും. നമ്മളതിൻ്റെ വിഷം തീണ്ടാതെ സേഫായിട്ടിരിക്കുക. താങ്ക് യു, ബൈ ബൈ.